ഹലോ എവരിവൺ, എല്ലാവർക്കും അച്ചൂസ് മീഡിയ ഒഫീഷ്യലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഈ ഒരു വീഡിയോയിട്ട് പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ 7 kg വാഷിംഗ് മെഷീനിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാട്ടർ ഉള്ളിലേക്ക് വരാത്ത സിറ്റുവേഷൻ വരും. അത് നമുക്കിപ്പോൾ നോർമലി ഒരു 7 kg ഇടുമ്പോൾ ഒരു 45 മിനിറ്റ്സ് ഒക്കെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ഉള്ളിലോട്ട് കറക്റ്റ് ഫോഴ്സിൽ വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് ഒരു 1.5 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ വരെയൊക്കെ നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം വെച്ചാൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വാട്ടർ വരാത്തൊരു സിറ്റുവേഷൻ വരുന്നത് മാത്രമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാനുള്ള വാഷിംഗ് മെഷീൻ്റെ ബാക്കിലോട്ട് പോയിട്ട് അതിൽ വേസ്റ്റൊക്കെ വന്നതിരിക്കും. ആ ടാപ്പിൻ്റെ ഉള്ളിൽ ഒരു നോബ് ഉണ്ടായിരിക്കും, ആ നോബിൽ നെറ്റ് ഉണ്ടായിരിക്കും. ആ നെറ്റിൽ വേസ്റ്റ് അടഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സാഹചര്യങ്ങളാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന ഈ ഒരു പോർഷനിലോട്ട് വന്നിട്ട് നമ്മൾ ഇതിനോട്ടുള്ള വാൽവിൽ ജസ്റ്റ് തിരുക്കി ആദ്യം ഇത് ഊരി എടുക്കാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അതിലോട്ട് നമുക്ക് കിടക്കാം. അതിനുശേഷം നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ച് ഇടത്തോട്ട് തിരിച്ച് ഈ ഒരു നോബ് വരുന്ന ആ ഒരു ഭാഗത്തിട്ട് ഊരിയെടുക്കുക. അപ്പം നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് വാഷർ ഉണ്ടാവും. അപ്പോൾ അതിൽ ചിലപ്പോൾ വെള്ളം അതിൻ്റെ അകത്ത് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. ഇത് നേരത്തെ നമ്മൾ പുറത്തോട്ട് കളഞ്ഞുകൊണ്ട് മാത്രമാണ് അതിൽ വെള്ളം വരാത്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മെയിനായിട്ട് ഈ ഒരു പോർഷൻ കാണുന്നുണ്ടെങ്കിൽ ഇതിലാണ് നമ്മുടെ വേസ്റ്റൊക്കെ വന്ന് അടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ ഓപ്പൺ ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സെൻറ്ററിലായിട്ട് ചെറിയൊരു ഹോളുണ്ടാവും. ഈ ഹോള് തിരിക്കുന്ന, അതായത് നമ്മൾ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് തിരിച്ച് അതൊന്ന് ലൂസാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലോട്ട് എന്തെങ്കിലും ഒരു ഐറ്റം, ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലോട്ട്, ഹോളിൻ്റെ ഇടയിലോട്ട് ഇട്ടതിന് ശേഷം അത് ബാക്കിലോട്ടൊന്ന് പ്രസ് ചെയ്താൽ ഓപ്പൺ ആക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാകുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്നാൽ നമ്മളിത് വലിച്ചാൽ ബാക്കിലോട്ട് ഒരിക്കലും അത് വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രത്തോളം ടൈറ്റിലായിരിക്കും. അപ്പോൾ അത് പിറകിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഓട്ടോമാറ്റിക്കലി തന്നെ കമ്പനി തന്നെ അതിൽ ഹോൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹോളിലോട്ട് സ്ക്രൂ ഡ്രൈവറോ അല്ലെന്നുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ആ ഹോളിലോട്ട് ഇത് കയറ്റിയതിന് ശേഷം പതിയെ പ്രസ് ചെയ്യുക. നമ്മളൊരു പവർ കൊടുത്തിട്ട് ഒരിക്കലും പ്രസ് ചെയ്യാതിരിക്കുക. കാര്യം വെച്ചാൽ അത് അത്ര ഒരു പ്ലാസ്റ്റിക്കിൽ ചെയ്തിട്ടുള്ള ചെറിയൊരു ഐറ്റമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ബ്രോക്കൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കണക്ക് പതിയെ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് ബാക്കിലോട്ട് ഓപ്പൺ ആക്കി വെക്കാം. അപ്പം നമ്മൾ അതിനിടെ നോക്കുമ്പോൾ വീണ്ടും ഒരു നെറ്റുള്ളതായിരിക്കും. അപ്പോൾ അതിൽ വലിയ വേസ്റ്റോ കാര്യങ്ങളൊന്നും അടിഞ്ഞിട്ടില്ല. മെയിനായിട്ട് ഇതിലായിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഓപ്പൺ ആക്കിയിട്ട് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടാമത് നമ്മൾ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഊരിയെടുത്തതിന് ശേഷം വാഷ് ബേസിനിൽ വെള്ളം ഉപയോഗിച്ച് നല്ല ഫോഴ്സിലൊന്ന് കഴുകി ആ ഒരു ഡസ്റ്റും അഴുക്കും കാര്യങ്ങളൊക്കെ അതിൽ എടുത്ത് കളഞ്ഞ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ടൈമിൽ തന്നെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങി നോർമൽ രീതിയിൽ തന്നെ വാട്ടർ ഉള്ളിലോട്ട് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.